نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجز من عمل الشيطان فاجتنبوه لعلكم تفلحون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വസനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ഫാന് അത്യാവശ്യമില്ലെങ്കിൽ നോക്കാം. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഉപദേശങ്ങളാണ് ഏതാനും ഖുതുബകളിലൂടെ നമ്മൾ വിശദീകരിച്ചു പോകുന്നത്. അതിൽ രണ്ട് വിഷയങ്ങളാണ് നമുക്കിനി സൂചിപ്പിക്കാനുള്ളത്. ഒന്ന് വിശദീകരിക്കുന്നില്ല. അത് പ്രവാചകൻ പറഞ്ഞത്, യുദ്ധക്കളത്തിൽ നിന്ന് നീ പിന്തിരിഞ്ഞോടാൻ പാടില്ല, ജനങ്ങൾ നശിച്ചാലും ശരിയെന്ന്. അതാണ് ഒരു ഉപദേശം. അവസാനമായി അതിലുള്ളത് വലാ തശ്റബന്ന ഖംറ ഫഇന്നഹു മിഫ്താഹു കുല്ലി ശർരിൻ. മദ്യപിക്കരുത്, അത് എല്ലാ നീചവൃത്തികളുടെയും തലയാണെന്ന്. ഇങ്ങനെ 9-10 ഉപദേശങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വഹാബിക്ക് നൽകുന്നത്.
മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ഇന്നഹു കാന റജുലുൻ മിമ്മൻ ഖലാ ഖബലകും തഅബ്ബദ ഫഅലിഖതഹു ഇംറഅത്തുൻ ഗവിയ്യ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, മുമ്പ് കഴിഞ്ഞുപോയ ഒരു സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ വ്യഭിചാരിണിയായൊരു പെണ്ണ് ആ മനുഷ്യന്റെ പിന്നാലെ കൂടുകയാണ്. ഫഅർസലത്ത് ഇലൈഹി ജാരിയതഹ, അവൾ അവളുടെ സേവകയായൊരു പെണ്ണിനെ ആ നല്ല മനുഷ്യനിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. 5 നേരം നിസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, നല്ല നല്ല ഇബാദത്തുകളൊക്കെ ചെയ്യുന്ന മനുഷ്യനാണ്. അവനെ പേപ്പിക്കാൻ വേണ്ടി വ്യഭിചാരിണിയായ ഈ പെണ്ണ് തൻ്റെ ദാസ്യപ്പണി ചെയ്യുന്ന ഒരു പെണ്ണിനെ അയാളിലേക്ക് അയക്കാണ്. ഫഖാലത്ത് ലഹു, എന്നിട്ട് അവനോട് പറയാണ്, ഇന്നാ നദ്ഉക ലിശ്ശഹാദ, എൻ്റെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താങ്കൾ സാക്ഷിയായിട്ട് വരണം എന്ന് പറഞ്ഞു. അയാള് സത്യമാണ് എന്ന് കരുതി ഈ ആബിദായ, ഈ നല്ല തഖ്വയുള്ള ഈ മനുഷ്യൻ ആ പെണ്ണിന്റെ വീട്ടിലേക്ക് കുടുംബ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ചെല്ലുന്നു. കുല്ലമാ ദഖല ബാബൻ ഉഗ്ലിഖതുഹു ദൂനഹു, അയാൾ ആ വീട്ടിലേക്ക് കയറിയപ്പോൾ ആ പെണ്ണെന്ത് ചെയ്തു, ആ വീടിന്റെ വാതിലുകളൊക്കെ അടച്ചു. ഹത്താ അഫ്ളാ ഇലാ ഇംറഅത്തിൻ വളിയ, ഈ സുന്ദരിയായ പെണ്ണിന്റെ അരികിൽ ഈ വ്യക്തി എത്തിയപ്പോ 2 കാര്യങ്ങൾ ആ പെണ്ണിന്റെ അടുത്തുണ്ട്. ഇൻദഹ ഉലാമുൻ വബാതിയതു ഖംറിൻ, ഒരു റൂമിൽ ഒരു കുട്ടിയുണ്ട്, ഒരു കോപ്പ നിറയെ കള്ളുകളുണ്ട്. ഫഖാലത്ത്, എന്നിട്ട് ആ പെണ്ണ് പറയാണ്, വല്ലാഹി മാ ദഅഉതുക ലിശ്ശഹാദ, അല്ലാഹുവാണ്, ഞാൻ താങ്കളെ സാക്ഷി പറയാൻ വിളിച്ചതൊന്നുമല്ല. വലാകിൻ ദഅഉതുക ലി തഖഅ അലയ്യ, എനിക്ക് നീയുമായി സംഗമിക്കണം, അഥവാ നീയുമായി കൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം, ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടണം, അതിനു വേണ്ടിയാണ് നിന്നെ ഈ വീട്ടിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. ഇനി നീ അതിന് തയ്യാറല്ല എങ്കിൽ ഔ തശ്റബു മിൻ ഹാദിഹിൽ ഖംറതി കഅസ, ഈ കള്ളിൽ നിന്ന് ഒരൽപ്പം, ഈ കോപ്പയിൽ നിന്ന് അല്പം കള്ളെങ്കിലും നീ കുടിക്കണം. ഔ, അല്ലെങ്കിൽ തഖ്തുലു ഹാദൽ ഗുലാം, അല്ലെങ്കിൽ ഈ കുട്ടിയെ നീ കൊല്ലുക. 2 നിബന്ധന, ഒന്നെങ്കിൽ ആ കോപ്പയിലുള്ള കള്ള് കുടിക്കുക, അല്ലെങ്കിൽ ആ കാണുന്ന കുട്ടിയെ എന്ത് ചെയ്യണം, കൊല്ലണം. അതിനവിടെ കത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് വ്യഭിചരിക്കുക, അല്ലെങ്കിൽ കള്ളുടിക്കുക, അതല്ലെങ്കിൽ ആ കുട്ടിയെ കൊല്ലുക. ഈ 3 കാര്യങ്ങളും ഈ 3-ൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാതെ താങ്കൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റൂല. ആ ആബിദായ തഖ്വയുള്ള മനുഷ്യൻ അവ ഓരോന്നിനെ കുറിച്ചും ചിന്തിക്കാൻ. പ്രിയപ്പെട്ടവർ, ഇത് ഞാൻ ഉണ്ടാക്കിയ കഥയല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചെന്നൊരു കഥയാണ്. അദ്ദേഹം ഓരോ തിന്മകളെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. മദ്യം പാപമാണ്, ഹറാമാണ്. വ്യഭിചാരം അതിനേക്കാൾ മ്ലേച്ഛമാണ്. കൊലപാതകം അത് 7 മഹാപാപങ്ങളിൽ ഇസ്ലാം എണ്ണിയ പാപാണ്, വൻ പാപാണ്. ആ ഭക്തിയുള്ള മനുഷ്യന്റെ മനസ്സ് ഇതൊന്നും ചെയ്യാൻ അനുവദിച്ചില്ല. അയാൾ മറ്റൊരു ഭാഗത്തേക്ക് മാറി നിൽക്കാൻ, മുന്നിൽ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്യാതെ രക്ഷപ്പെടുക ഇല്ല, വേറൊരു മാർഗമല്ല. ഓരോ തെറ്റിനെ കുറിച്ചും അയാൾ ആലോചിച്ചു. കൊലയും വ്യഭിചാരവും മദ്യത്തെക്കാൾ വലിയ പാപമായതുകൊണ്ട് താരതമ്യേന അതിൽ പാപം കുറവുള്ളത് ഏതാണ്? അത് മദ്യമാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ഫസ്തീനി മിൻ ഹാദൽ ഖംരി കഅസ, ആ കോപ്പയിൽ നിന്നുള്ള മദ്യത്തിൽ നിന്ന് അല്പം അയാൾ കുടിച്ചു. അത് അദ്ദേഹത്തിന് ചെറിയ രൂപത്തിലുള്ള ലഹരി ബാധിച്ചു. പിന്നീട് അദ്ദേഹത്തിന് ആ കള്ള് വീണ്ടും കുടിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ടേസ്റ്റ് അറിഞ്ഞപ്പോൾ വീണ്ടും അത് കുടിക്കാനൊരു ആഗ്രഹം. അയാള് ആ കോപ്പയിലുള്ള മദ്യം മുഴുവൻ കുടിച്ചു തീർത്തു.
അയാൾക്ക് ലഹരി ബാധിച്ചു, പരിസരബോധം മറന്നയാള്. അടുത്തുണ്ടായിരുന്ന കത്തിയെടുത്ത് ആ കുട്ടിയെ അദ്ദേഹം കൊല്ലുകയാണ്, ദാരുണമായി കൊല ചെയ്തു. പിന്നീട് അയാൾ ആ യുവതിയെ കയറി അദ്ദേഹം വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. മഹാനായ അയാളെ നോക്കൂ നിങ്ങൾ, ആ മുറിയിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങുന്നത്, അതുവരെ ആബിദായ വളരെ ഭക്തിയുള്ള തഖ്വയുള്ള ആ മനുഷ്യൻ ആ റൂമിൽ നിന്ന് പിന്നെ ഇറങ്ങുന്നത് സമൂഹത്തിന്റെ പേടി സ്വപ്നമായ ഒരു കുറ്റവാളിയായിക്കൊണ്ടാണ് അദ്ദേഹം ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നത്. ഈ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയാ, ഫജ്തനിബുൽ ഖംർ, മദ്യം നിങ്ങൾ ഒഴിവാക്കണം, ഫഇന്നഹാ ഉമ്മുൽ ഖബായിസ്, അത് എല്ലാ തിന്മകളുടെയും മാതാവാണ് എന്ന് ഈ ചരിത്രം പഠിപ്പിച്ചുകൊണ്ട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പ്രിയമുള്ളവരെ നമുക്ക് പഠിപ്പിച്ചു തരാണ്. സത്യവിശ്വാസികൾക്ക് ഏറെ ചിന്തിക്കാനും പാഠം ഉൾക്കൊള്ളാനും ഈ കഥ പര്യാപ്തമാകുമെന്നതുകൊണ്ടാണ് തുടക്കം തന്നെ പ്രിയമുള്ളവർ ഈ ഒരു ചരിത്രം സൂചിപ്പിച്ചു. സഹോദരങ്ങളെ, സഹോദരിമാരെ, മദ്യം, ലഹരി അത് തിന്മയാണ് എന്നറിഞ്ഞിട്ടും ലഹരിക്കടിമപ്പെട്ട് ആധുനിക യുവത ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ വിദ്യാർത്ഥികളിൽ തുടങ്ങി വലിയ വലിയ സാംസ്കാരിക നായകന്മാർ വരെ ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ ദിവസം കഞ്ചാവുമായി പിടിക്കപ്പെടുന്നത്. ചെറിയ പ്രായ 7 വയസ്സുള്ള നമ്മുടെ മക്കൾ എത്രയാണ്? 7 വയസ്സുള്ള നമ്മുടെ വീട്ടിലൊക്കെ മക്കളുണ്ടാവും 7 വയസ്സുള്ള കുട്ടികൾ. ആലോചിച്ച് നോക്കിയാണ്. എൻ്റെ മകൻ 7 വയസ്സാണ്, സ്കൂളില് 7ാം ക്ലാസ്സിൽ അല്ല, എൻ്റെ മകന് 7 വയസ്സല്ല, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെയാണ് കഞ്ചാവുമായി മിഞ്ഞാന്ന് പിടിക്കപ്പെട്ടത് നാട്ടില്. മദ്യപാനികൾക്ക് അഭയകേന്ദ്രമായി നിശാ ക്ലബ്ബുകളും ഹോട്ടലുകളും കള്ളുഷാപ്പുകളും അനുദിനം വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടം. പ്രൈമറി ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും പെൺകുട്ടികൾ പോലും ഇതിന്റെ പ്രയോക്താക്കളാകുന്ന കാഴ്ച നമ്മളിവിടെ നിസ്സാരമായിട്ട് നമ്മൾ കാണാൻ പാടില്ല. വിദ്യാഭ്യാസപരമായി ഏറെ ഉന്നതിയിലെത്തുമ്പോഴും ലോകമിന്ന് ലഹരിയുടെ കാര്യത്തിൽ, ലഹരി ഉപയോഗത്തിന്റെ വിഷയത്തിൽ ഇന്ന് സമൂഹത്തെ നാണിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭൗതികമായ സാഹചര്യങ്ങൾ എത്ര ഉയർന്നിട്ടും ലഹരി ഇല്ലാതാക്കുവാൻ ഇന്ന് സമൂഹത്തിനോ അതല്ലെങ്കിൽ സർക്കാരുകൾക്കോ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ലഹരിക്കടിമപ്പെട്ടവൻ, ഈ കഞ്ചാവിനും അതേപോലെ തന്നെ MDMA-ക്കും അടിമപ്പെട്ടവൻ പെങ്ങളെ തിരിച്ചറിയുന്നില്ല, മദ്യത്തിനടിമപ്പെട്ടവൻ ഉമ്മയെ തിരിച്ചറിയുന്നില്ല, അവനേക്കാൾ മുതിർന്ന സ്ത്രീകളെ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണല്ലോ സ്വന്തം ഉമ്മ കുളിക്കുമ്പോ ആ ഉമ്മ കുളിക്കുന്ന രംഗം ക്യാമറയിൽ പകർത്താൻ ഒരു ചെറിയ കുട്ടിയെ പ്രേരിപ്പിച്ചത് ആ കുട്ടി ലഹരിക്കടിമയായിരുന്നുവെന്നാണ്. അത്ര ഗൗരവമായി ഈ ഒരു വിഷയത്തെ നാം കാണേണ്ടതുണ്ട്. നാട്ടിൽ നടക്കുന്ന അധിക കൊലപാതകങ്ങൾക്കും അക്രമങ്ങൾക്കും പിന്നിൽ, ബലാത്സംഗങ്ങൾക്കും അധിക ആക്സിഡന്റുകൾക്കും പിന്നിൽ മദ്യം അതല്ലെങ്കിൽ ലഹരി ഒരു കാരണമായി പ്രിയമുള്ളവരെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം ലഹരിയെ പരിപൂർണമായി നിരോധിച്ചുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പകളും ഇതൊക്കെ റിജ്സും മിൻ അമലി ശൈത്വാൻ, പൈശാചികമായ മ്ലേച്ഛകരമായ വൃത്തിഹീനമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഫജ്തനിബൂഹു, നിങ്ങൾ അതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കണം, ലഅല്ലകും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം. എന്താണ് പിശാച് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? ഇന്നമാ യുരീദു ശൈത്വാനു അയ്യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംരി വൽ മൈസിർ, മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കുക എന്നതാണ് പിശാചിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ആരോടാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്?
ഈ ആയത്ത് ആർക്കാ പ്രവാചകൻ ഓതിക്കൊടുക്കുന്നത്? പ്രിയമുള്ളവരെ, കള്ള് കുടിച്ച് ലഹരി ബാധിച്ച് നമസ്കാരത്തിന് വന്നിരുന്ന ഒരു ജനതയോട്, അല്ലെ, നിസ്കാരത്തിന് മദ്യപിച്ചു വന്നിരുന്ന ഒരു ജനതയോട് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബാക്കൾ മദ്യത്തെ വർണ്ണിച്ചുകൊണ്ട് കവിതകൾ പാടുകയും മരിച്ചാൽ മരണശേഷവും മദ്യം നുകരണമെന്ന് ആഗ്രഹിച്ച ഇദാ മുത്തു ഫദിഫിന്നി ഇദാ ജംബി കറമത്തിൻ തുസവ്വി ഇളാമി ബഅദ മൗതി ഉറുഖുഹാ വലാ തദ്ഫിനന്നി ബിൽ ഫലാത്തി ഫഇന്നനി അഖാഫു ഇദാ മാ മുത്തു അല്ലാ ഉദൂഖുഹാ. ഞാൻ മരിച്ചാൽ എന്നെ മുന്തിരി വള്ളിയുടെ ചോട്ടിൽ മറമാടണം. മരണശേഷവും ആ മദ്യത്തിന്റെ അതിന്റെ ലഹരി എനിക്ക് ആസ്വദിക്കാമല്ലോ, എന്റെ എല്ലുകൾക്ക് അതിന്റെ നീര് നുകരാമല്ലോ. എന്നെ ഒരിക്കലും മുസ്ലിങ്ങളെ കബറടക്കുന്ന ആ പൊതുശ്മശാനത്തിൽ എന്നെ മറമാടരുത്. മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ മാധുര്യം നുകരാൻ എനിക്ക് കഴിയാതിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പാട്ടുപാടിയ ഒരു ജനതയോട് ഖുർആൻ ചോദിക്കുകയാണ്, ഫഹൽ അൻതും മുൻതഹൂൻ, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാൻ സമയമായില്ലേ? ആ ചോദ്യം പ്രിയമുള്ളവരെ കേട്ടതോടുകൂടി ആ സ്വഹാബാക്കളിൽ മദ്യം വിൽക്കുന്നവരുണ്ടായിരുന്നു, മദ്യം കുടിക്കുന്നവരുണ്ടായിരുന്നു, അതിന്റെ റീറ്റെയിൽ കച്ചവടക്കാരുണ്ടായിരുന്നു, അതിന്റെ ഹോൾസെയിൽ കച്ചവടം നടത്തുന്ന ആളുകളുണ്ടായിരുന്നു, വീപ്പകളിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചവരുണ്ട്, കുടിക്കാൻ വേണ്ടി എടുത്തു വെച്ചവരുണ്ട്, കുടിച്ചവരുണ്ട്. നിങ്ങൾക്ക് വിരമിക്കാൻ സമയമായില്ലേ എന്ന ചോദ്യം കേട്ടതോടുകൂടി കുടിക്കാൻ വേണ്ടി എടുത്തു വെച്ചവർ അതാ വലിച്ചെറിയുകയാണ്. സ്റ്റോക്ക് ചെയ്ത് വെച്ചവർ വീപ്പകൾ തല്ലി തകർക്കുകയാണ്. മദീന തെരുവിൽ ഒരു കള്ളിന്റെ ചാല് തന്നെ ഒഴുകി എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, പ്രസംഗത്തിന്റെ ഭംഗി കൂട്ടാൻ ഒരു ആലങ്കാരികമായ പ്രയോഗമല്ല, അതിനുവേണ്ടി പറയല്ല, മറിച്ച് കള്ളിന്റെ ഒരു ചാല് തന്നെ മദീന തെരുവിലൂടെ ഒഴുകിയെന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ആ കള്ള് ഒഴുകി ഒഴുകി വന്ന് ഒരു കുഴിയിൽ പ്രിയമുള്ളവരെ കെട്ടി നിൽക്കുകയാണ്. ആ കുഴിയിൽ ഒരു കള്ളിമുൾച്ചെടി ഉണ്ടായി. ആ കള്ളിമുൾച്ചെടി ഒരു ഒട്ടകം തിന്നതിന്റെ പേരിൽ ആ ഒട്ടകത്തിന്റെ ഉടമയായ ഒരു സ്ത്രീ, ഒരു ഉമ്മ പ്രവാചകന്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലെ, കള്ള് കെട്ടിക്കിടന്ന കുഴിയിലെ മുൾച്ചെടി എന്റെ ഒട്ടകം തിന്നിട്ടുണ്ട് എന്നാണ്. ആ മുൾച്ചെടി എന്റെ ഒട്ടകം തിന്നു, അതുകൊണ്ട് അതിന്റെ പാല് ഇന്ന് ഞാൻ കറക്കണോ വേണോ വേണ്ടെന്നാണ്. അതെനിക്ക് ഹറാമാവല്ലേ, ആ ഇറച്ചിയല്ല, അതിന്റെ പാല് എനിക്ക് ഹറാമാണോ ഹലാലാണോ എന്ന് ഫത്വ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ആ സമൂഹം പിന്നീട് മാറുകയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഇതിലെ തെറ്റും ശരിയും കൃത്യമായവർക്ക് ബോധ്യപ്പെട്ടു, അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്നവർക്ക് മനസ്സിലായി. പിന്നീട് ഒരിക്കൽ പോലും അവർ ആ കള്ള് പ്രിയമുള്ളവരെ അവരുടെ കൈകൊണ്ട് ആ സ്വഹാബാക്കൾ തൊട്ടിട്ടില്ല. പിന്നീട് ഒരിക്കൽ പോലും അവർ അതിന്റെ രുചി ആസ്വദിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, ലഹരി ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഇസ്ലാം കൃത്യമായി വിരോധിച്ചു. യമനിലേക്ക് തന്നെ പ്രബോധനത്തിനായി പറഞ്ഞയക്കുന്ന വേളയിൽ അവിടുത്തെ ജനങ്ങൾ തേനിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു ലഹരി പാനീയത്തിന്റെ വിഷയത്തിൽ എന്തു നിലപാടെടുക്കണമെന്ന് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന് പ്രവാചകൻ കൊടുത്ത മറുപടി എന്തറിയോ? കുല്ലു മുസ്കിരിൻ ഹറാം. ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും നിഷിദ്ധാണ്. അത് കള്ളാണെങ്കിലും, അത് ബീറാണെങ്കിലും, അത് ചുണ്ടിനടിയിൽ വെക്കുന്നതാണെങ്കിലും, അത് വലിക്കുന്നതാണെങ്കിലും, മിഠായി രൂപത്തിലുള്ളതാണെങ്കിലും, പൊടി രൂപത്തിലുള്ളതാണെങ്കിലും, സിറിഞ്ചാണെങ്കിലും ഒക്കെ, അത് അളവ് കൂടിയാലും അളവ് കുറഞ്ഞാലൊക്കെ ശരി, എല്ലാം ഹറാം. കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു ഖംറിൻ ഹറാമുൻ. എല്ലാ ലഹരിയും മദ്യം എന്നാണ്. എല്ലാ ലഹരിയും മദ്യാണ്. കള്ളിന് മാത്രമല്ല മദ്യം എന്ന് പറയാം, ലഹരി ഉണ്ടാക്കുന്ന എല്ലാത്തിനും പറയും. മനുഷ്യന്റെ ബുദ്ധിയെ മറക്കുന്ന ഏതു കാര്യങ്ങൾക്കും ലഹരി എന്ന് പറയും. അതൊക്കെ നിഷിദ്ധമാണ് എന്നാണ് ഇസ്ലാമിന്റെ പ്രിയമുള്ളവരെ കൽപ്പന. ചികിത്സക്ക് വേണ്ടി പോലും
ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിലപാട്. ചില ആളുകളൊക്കെ പറയും ഇന്ന അസുഖത്തിന് ബീർ കുടിച്ചാൽ മതി എന്ന്. നമ്മുടെ നാട്ടിലൊക്കെ പറയും മൂത്രക്കല്ലിന് ബീർ കുടിച്ചാല് അല്ലെ മൂത്രക്കല്ല് പോകുന്നുണ്ട്. കള്ള് അല്ലെ മദ്യം ചികിത്സക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയോട് പ്രവാചകൻ പറഞ്ഞെന്തറിയോ? ചികിത്സക്കല്ലേ കുടിച്ചോന്നല്ല പറഞ്ഞത്. ഇന്നഹാ ലൈസത്തു ബിദവായിൻ വലാകിന്നഹാ ദാഉൻ. നിശ്ചയം അത് ഒരിക്കലും മരുന്നല്ല എന്നാണ്. മരുന്നല്ല, അത് രോഗാണ്. അത് ഉപയോഗിച്ചാലുള്ള ഭവിഷ്യത്ത് എന്ത് എന്ന് കൃത്യമായി പഠിപ്പിച്ചു ഇസ്ലാം. അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ് വഅക്ബറുൽ കബായിർ മൻ ശരിബഹാ വഖഅല ഉമ്മിഹി വഖാലതിഹി വഅമ്മതിഹി. മദ്യമതാ മ്ലേച്ഛതകളുടെ മാതാവാണ്, വൻ പാപങ്ങളിൽ ഒന്നാണ്. ആരെങ്കിലും അത് കുടിച്ചാൽ അവൻ തന്റെ ഉമ്മയെയും അവന്റെ മാതൃ സഹോദരിയെയും പിതൃ സഹോദരിയെയും വ്യഭിചരിച്ചതിന് തുല്യനെന്ന്. സ്വന്തം ഉമ്മനെയും തന്റെ മാതാവിന്റെ സഹോദരിയെയും പിതാവിന്റെ സഹോദരിയെയും വ്യഭിചരിച്ചതിന് തുല്യം എന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ആ മദ്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇസ്ലാം പറഞ്ഞതൊക്കെ ശാപാണ്. ലഅനല്ലാഹുൽ ഖംർ, അല്ലാഹു മദ്യത്തെ ശപിച്ചിട്ടുണ്ട്. വലഅന ശാരിബഹാ വസാഖിയഹാ, അത് കുടിക്കുന്നവനെയും കുടിപ്പിക്കുന്നവനെയും, വആസിറഹാ വമുതസിറഹാ, അത് പിഴിഞ്ഞുകൊണ്ട് മദ്യമുണ്ടാക്കുന്നവനെയും, വബായിഹാ വമുബ്താഹാ, അത് വിൽക്കുന്നവനെയും അത് വാങ്ങുന്നവനെയും, വഹാമിലഹാ വൽമഹ്മൂലത ഇലൈഹി, മദ്യം ചുമക്കുന്നവനെയും അത് വഹിപ്പിക്കുന്നവനെയും, വആകില സമനിഹാ, അതിന്റെ മൂല്യം കിട്ടുന്ന വരുമാനം ഭുജിക്കുന്നവനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. ലഹരി വിറ്റുകാണ്ട് പൈസ ഉണ്ടാക്കിയ ഒരാളെ പൈസ എന്തല്ല, അതൊരിക്കലും ഹലാലല്ല. അത് നിങ്ങൾ എന്ത് വിറ്റാലും അല്ലെ, വലിക്കണത് വിറ്റാലും അല്ലെ, ചുണ്ടിൻ്റെ അടിയിൽ വെക്കണത് വിറ്റാലും അല്ലെ, പൊടി വിറ്റാലും മദ്യം വിറ്റാലും ഒക്കെ എന്താണ്, തിന്മയിലെല്ലാം തുല്യാണ് അല്ലെ. കള്ളിന് വേറെ വിധിയും അതേപോലെ തന്നെ അല്ലെ, ചുണ്ടിനടിയിൽ വെക്കുന്നതിന് വേറെ വിധിയൊന്നുമില്ല. ലഹരിയാണോ അതൊക്കെ ഇസ്ലാം എന്ത് ചെയ്തു? കർശനമായി വിരോധിച്ചു. അവർക്കൊക്കെ എന്തുണ്ട്? അത് കുടിക്കുന്നവനും അത് കുടിപ്പിക്കുന്നവനും അതേപോലെ തന്നെ അത് പിഴിഞ്ഞുണ്ടാക്കുന്ന ആൾക്കും അത് വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളും അത് ചുമക്കുന്ന ആളും അല്ല. ചുമക്കുക പറഞ്ഞാല് അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് അത് കൊണ്ടുപോയി കൊടുക്കാൻ പാടില്ല. നമ്മൾ കുടിക്കണില്ല, ശരിയാണ് അല്ലെ. നമ്മളതിന് എന്താണ്, അതിന്റെ ഡ്രൈവറാണ്, മദ്യം കൊണ്ടുപോകുന്ന വണ്ടിയുടെ ഡ്രൈവറാണെങ്കിൽ തെറ്റാണ്, പറ്റൂല. അത് കൊണ്ടുപോകുന്നൊരു വണ്ടി അല്ലെ, ആ വണ്ടി ഒരു അല്ലെ ഇതിൽ പെട്ടാല് അതിനെ സഹായിക്കല് തെറ്റാണ്. ലഹരി കൊണ്ടുപോകുന്ന ഒരു വണ്ടിയെ സഹായിക്കുക അല്ലെ. ഇപ്പൊ വണ്ടിന്റെ ടയർ പൊട്ടി, അത് മാറ്റി കൊടുക്കാൻ വേണ്ടി സഹായിച്ചു കൊടുക്കുക, ഇതൊക്കെ തെറ്റാണ്. അതുമായി ബന്ധപ്പെട്ട എല്ലാം ഇസ്ലാം കർശനമായിട്ട് പ്രിയമുള്ളവരെ വിരോധിച്ചു. എല്ലാത്തിനും എന്താണ്, എല്ലാത്തിനെയും ശപിച്ചുകൊണ്ടാണ് ഇസ്ലാം സഹോദരങ്ങളെ പഠിപ്പിക്കുന്നത്. പുതിയ കേരള സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ, ലഹരിക്കെതിരെയുള്ള ശക്തമായ ക്യാമ്പയിൻ എന്ന ഈ ജനകീയമായ ദൗത്യത്തിന് കേരളക്കാരുടെ ഒരു പള്ളി എന്ന നിലയ്ക്ക് ഈ സുന്നൂറൈൻ കേരള മസ്ജിദ് ഹെഗഡെ നഗറിന്റെ ഐക്യദാർഢ്യം പ്രിയമുള്ളവരെ അറിയിക്കുകയാണ്. ലഹരി എന്ന മഹാവിപത്തിനെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതിയുമായി സഹകരിക്കേണ്ടത് ഒരു വിശ്വാസിയുടെ സാമൂഹികമായ ബാധ്യതയാണ്. അവിടെ നമ്മൾ പ്രിയമുള്ളവരെ രാഷ്ട്രീയമല്ല നോക്കേണ്ടത്, രാഷ്ട്രീയം മറന്നുകൊണ്ട് നമുക്ക് സഹകരിക്കണം. പുണ്യത്തിലും ഭക്തിയിലും സഹകരിക്കാം, എന്നാൽ പാപത്തിലും അതിക്രമത്തിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആരെയും സഹായിക്കാൻ പാടില്ല. അത് ഏത് സർക്കാർ ചെയ്താലും തിന്മയാണോ നമുക്കെന്തില്ല, അതിൽ സഹകരണമല്ല. നന്മയാണോ, ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഈ ആയത്ത് വെച്ചുകൊണ്ട് നമ്മൾ സഹകരിക്കണം. കുടുംബങ്ങളെയും രക്ഷിതാക്കളെയും ഉത്തരവാദിത്തം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. മക്കളെ നിരീക്ഷിക്കണം. നമ്മുടെ മക്കൾ എങ്ങോട്ടാ പോണതെന്ന്, ആരുമായിട്ടാ കൂട്ടുകൂടുന്നത്, ആരുമായാണ് അവരുടെ ബന്ധങ്ങളൊക്കെ കൃത്യമായി നമ്മൾ പരിശോധിക്കണം. ഇപ്പൊ നോക്കി, ആംബുലൻസിലാണ് കൊണ്ടുപോകുന്നത് അല്ലെ, കഞ്ചാവ് കൊണ്ടുപോകുന്നത്. ഇപ്പൊ നിലമ്പൂരിൽ ഇന്നലെ പിടിക്കപ്പെട്ടത് അല്ലെ, അതിന് മുമ്പ് തലേ ദിവസം വേറൊരു സ്ഥലത്തു നിന്നും പിടിച്ചു അല്ലെ, ബാംഗ്ലൂരിൽ നിന്ന് വന്നൊരു വണ്ടിയാണ്. ഇവിടെ രോഗിയെ കൊണ്ടുവന്നാക്കിയാണ് തിരിച്ചു പോണത്, കഞ്ചാവ് പോയിട്ടാണ് അല്ലെ. സൈറനിട്ട് ആംബുലൻസ് പോവാണ്, പോലീസിന്റെ ശ്രദ്ധയിൽ പെട്ടു, കൈകാട്ടി നിർത്തിച്ചു. പരിശോധിച്ചപ്പോ
അതിൻ്റെ മുകൾ ഭാഗത്ത് കഞ്ചാവാണ്. സീലിങ്ങിൻ്റെ അവിടെ അല്ലേ വളരെ അല്ലേ ഭദ്രമായിട്ട് അല്ലേ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. മയ്യത്ത് കൊണ്ടുപോകണമായിട്ടാണ് ഇന്നലെ നിലമ്പൂരിൽ നിന്ന് പിടിച്ച മയ്യത്ത് കൊണ്ടുപോകണമായിട്ടാണ് സ്ട്രക്ചറിൽ ഇങ്ങനെ അല്ലെ കഞ്ചാവ് വെച്ചിരിക്കണത്. കണ്ടാ മയ്യത്തെന്നാ വിചാരിക്കുക അല്ലേ. കണ്ടു ഇറങ്ങി ഓടിയോര് പിടിക്കപ്പെട്ടു. അത്ര വിദഗ്ധായിട്ടാണ്. അതുകൊണ്ട് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് പ്രിയമുള്ളവരെ കൃത്യമായ ജാഗ്രതയും ഈ ഒരു വിഷയത്തിലൊക്കെ സഹകരണങ്ങൾ ഉണ്ടാവണം. സ്നേഹവും പരിഗണനയും കൃത്യമായി നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം. കുടുംബത്തിൽ നിന്ന് സ്നേഹവും പരിഗണനയും കിട്ടാത്ത കുട്ടികളാണ് പലപ്പോഴും ഈ ലഹരിയുടെ കെണിയിലൊക്കെ പലപ്പോഴും ചെന്ന് ചാടുന്നത്. പെൺകുട്ടികൾ പോലെ ആലോചിക്കും, പെൺകുട്ടികളെ പോലും പിടിക്കപ്പെടും. അതുകൊണ്ട് അല്ലേ മാതാപിതാക്കളൊക്കെ വളരെ സ്നേഹത്തോടു കൂടി മക്കളുമായിട്ടൊക്കെ എന്ത് ചെയ്യണം, ഇടപെടാൻ പറ്റണം. മഹല്ല് കമ്മിറ്റികളുടെയും ജമാഅത്തിൻ്റെയും പങ്ക് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. നമ്മളതിനു വേണ്ടി കാവലിരിക്കണം. നമ്മുടെ മഹല്ല് അല്ലേ, നമ്മുടെ മഹല്ലിന്റെ പരിധിയിൽ ലഹരി വിൽപ്പനയോ ഉപയോഗമോ നടക്കുന്നുണ്ടെങ്കിൽ അത് അധികാരികളുടെ പോലീസിന്റെ അതല്ലെങ്കിൽ എക്സൈസിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ നമ്മൾ മടിക്കാൻ പാടില്ല. അത് അതിന് ഒറ്റ കൊടുക്കാന്നല്ല പറയാം, അതിനല്ല ഒറ്റ കൊടുക്കാന്ന് പറയാം. മറിച്ച് അത് ഒറ്റ കൊടുക്കലല്ല, അതൊരു തലമുറയെ രക്ഷപ്പെടുത്തലാണ്. കണ്ടാൽ നമ്മൾ അറിയിക്കണം. അതോടൊപ്പം ലഹരിക്കടിമപ്പെട്ട യുവാക്കളുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം കൗൺസിലിങ്ങിലൂടെയും ചികിത്സയിലൂടെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ മഹല്ല് സംവിധാനങ്ങളൊക്കെ എന്ത് ചെയ്യണം, പ്രിയമുള്ളവരെ മുന്നോട്ട് വരണം. അതുകൊണ്ട് ഈ ഒരു ഓപ്പറേഷൻ തൂഫാൻ എന്ന ദൗത്യം കേവലം പോലീസിന്റെ മാത്രം ജോലിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നമ്മുടെ മക്കളെയും വരും തലമുറയെയും രക്ഷിക്കാനുള്ള നമ്മുടെ ഈ ഒരു പോരാട്ടത്തിൽ നമ്മുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാവിപത്തിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും അള്ളാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു ദൗത്യവുമായി ഇറങ്ങിയ ആളുകൾക്ക് അള്ളാഹു പൂർണ്ണമായ സഹായവും സഹകരണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.